എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കടല മസാലയാണ്. ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര കടലയാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കർ ഞാൻ വെക്കുന്നത് കറണ്ട് അടുപ്പിലാണ്. അപ്പോൾ ഞാൻ കറണ്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിൽ സ്വിച്ചൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നതിന് ശേഷം ഇത് വേവിച്ചെടുക്കുക. ഇതിന് കടലയ്ക്ക് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ ഒരു 8 വിസിലോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും വിസിലായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് 2 സവാള, 1 തക്കാളി, 2 ചീനമുളക്, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയുടെ വലിപ്പം കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 സവാള എടുത്തത്. വലിയൊരു സവാള ആണെങ്കിൽ 1 സവാള മതിയാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാളയും ചീനമുളകും തക്കാളിയും ഇത്രയും സാധനങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ ആദ്യം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവാളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വാടിക്കിട്ടണം നമുക്ക്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഒന്ന് വാടിക്കിട്ടും. കടല വേവിക്കുമ്പോൾ തന്നെ നമ്മൾ കടലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ നമുക്ക് ഇതിലിട്ട് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വാടി കിട്ടണം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത കടല ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഈ പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയിൽ ഈ കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നമ്മുടെ കടലയിൽ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിച്ചപ്പ് ഒന്ന് വിതറി കൊടുക്കാം. ഫൈനലി നമ്മുടെ കടല മസാല റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് സ്നാക്സ് ആയിട്ട് ഇത് കഴിക്കാം. വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഓരോ റെസിപ്പികളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ടാറ്റാ ബൈ ബൈ.